ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്നത്തെ ഫുഡ് സോണിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ മന്തിയാണ്. ഇത് ഒരു സ്പെഷ്യൽ ചിക്കൻ മന്തിയാണ്. കാരണം ഇതിൽ എണ്ണയോ നെയ്യോ കൊഴുപ്പോ ഒന്നും ചേർക്കുന്നില്ല. വെറും പച്ചക്കറി ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ മന്തി. എല്ലാവർക്കും കഴിക്കാവുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ മന്തി. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന 1.25 കിലോ ചിക്കനാണ്. ഇതിനെ 4-5 പീസായിട്ട് എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് 1 സവോള, 3 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1/2 കപ്പ് തൈര്, ഇതെല്ലാം കൂടി ചേർത്ത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. ആ അരപ്പിലാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കന് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന മാരിനേറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന അരപ്പിലേക്ക് നല്ലപോലെ മിക്സ് ചെയ്തൊരു 3.5 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഇനി നമ്മളുടെ പച്ചക്കറികളൊക്കെ ഇതുപോലെ ചെറുതായിട്ട് അരിയാം. ആദ്യം ബീൻസ് അരിഞ്ഞു, കഴിഞ്ഞ് നമ്മൾ സ്പ്രിംഗ് ഓനിയൻ അരിഞ്ഞു, ഓരോന്നും എല്ലാം തന്നെ നമ്മളിങ്ങനെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. പച്ചക്കറികൾ ഒരുപാടുള്ളതുകൊണ്ട് നമ്മൾ കുറേശ്ശെ ആണ് എടുത്തിരിക്കുന്നത്. അതെല്ലാം നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. പച്ചക്കറികൾ അരിയുന്നതിന് മുമ്പായിട്ട് നമുക്ക് 1 കിലോ ബസ്മതി റൈസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അതൊരു അരമണിക്കൂർ തന്നെ കുതിർത്ത് വെക്കണം. ഇനി നമ്മളിതിലേക്ക് എടുക്കുന്ന പച്ചക്കറികൾ സവാള 250 ഗ്രാം, കാബേജ് 200 ഗ്രാം, ബീൻസ് 100 ഗ്രാം, കാരറ്റ് 150, സ്പ്രിംഗ് ഓനിയൻ 150, ടൊമാറ്റോ ഒരു 100 ഗ്രാം, പച്ചമുളക് ഒരു 50 ഗ്രാം, വെളുത്തുള്ളി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ അളവിന്, ഇഞ്ചി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ അളവിന്, മല്ലിയില, പുതിന ഇല, അതുപോലെ 3 നാരങ്ങയുടെ നീര് പിഴിഞ്ഞ് വെക്കുക. ഉപ്പ് വേണം. കാപ്സിക്കം ഒരു 100 ഗ്രാം. ഇത്രയാണ് നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. അരി വെക്കാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ ഒരു അല്പം നെയ്യ്, അതെന്താണെന്ന് വെച്ചാൽ ഈ റൈസ് തമ്മിൽ കൂട്ടാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു 1/2 ടീസ്പൂണിനടുത്ത് നെയ്യ് ഒഴിച്ചു കൊടുക്കും. ആ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു 5 ഏലക്കായ, 5 ഗ്രാമ്പു, ഒരു 2 ഇഞ്ച് നീളത്തിലേക്ക് കറുവാപ്പട്ട, ഒരു തക്കോലം, ഇത്ര ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി ചൂടാക്കി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം അത് എടുത്താണ് മുഴുവനായിട്ട് 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച വെള്ളം ഇതിലേക്ക് നമ്മളൊരു 3/4 ടീസ്പൂൺ ഉപ്പിട്ട് ഉപ്പൂടെ ഇട്ട് ചെനി നല്ലപോലെ ഇളക്കുക. ഇനി നമ്മൾ മൂടി വെച്ചൊരു പകുതി വേവാകുന്നിടം വരെ വേവിച്ചെടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി എല്ലാം കൂടി മിക്സ് ചെയ്യുക. ആദ്യമായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള, ഇത് വളരെ പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. സവാള എടുത്തിട്ടു. അതിലേക്ക് കാബേജ്, 2 പാത്രത്തിൽ കാബേജ് ഉണ്ട്, അത് 2 ഇട്ടു. 2 കപ്പ് കാബേജ് ഇട്ടു. കാബേജ് ഇട്ട ശേഷം നമ്മൾ സ്പ്രിംഗ് ഓനിയൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ടു. ഇനി നമ്മൾ ക്യാരറ്റ് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചുകൊണ്ട് അതിട്ടു. പിന്നെ നമ്മൾ ബീൻസ് പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചുകൊണ്ട് അത് ഇട്ടു.
അത് പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിട്ട് കൊടുത്തു. ഇനി ക്യാപ്സിക്കം 2 കളറിൽ അരിഞ്ഞത് അതുകൂടി ഇട്ട് കൊടുത്തു. അടുത്ത് നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞത് അത് 2 ടേബിൾ സ്പൂൺ അളവിലുണ്ട്. ഇനി അടുത്തത് ഇഞ്ചി അരിഞ്ഞത്. ഇത്രയും സാധനം ഇട്ട് അല്പം ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 3/4 ടീസ്പൂൺ അളവിൽ നമ്മൾ ഉപ്പൂടെ ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച കുരുമുളക് അതൊരു 1/2 സ്പൂൺ ചതച്ച കുരുമുളകും കൂടെ ഇട്ടു. നമ്മളിതിലേക്ക് 1 നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇത് ഇളക്കി റെഡിയാക്കാം, മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി ചേർക്കുക. നമ്മുടെ റൈസ് പാതി വേവായി, നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ റൈസ് പാതി വേവായി, നമ്മളത് എടുത്തു വെച്ചു. പിന്നെ അത് വെള്ളം വാർന്നു പോകാനായിട്ട് വെച്ചു. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി, ഒരു 2 തക്കാളിയുടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്തു. ഇനി നമ്മളിതിലേക്ക് മല്ലിയില എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയില ചേർത്തു. അതുപോലെ പുതിന ഇല, അരിഞ്ഞു വെച്ച പുതിന ഇലയും ചേർത്തു. ബാക്കി വന്ന് നാരങ്ങാനീരും കൂടെ ഒഴിച്ചു കൊടുത്തു. അല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, സ്വല്പം ഉപ്പൂടെ വേറെ കൊടുത്ത് വെച്ച് ഇനി ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസ് ഫൈനലായിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കുക. നമ്മൾ ചെമ്പിൻ്റെ തട്ടിലേക്ക് പാതി വേവിലെടുത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കുക. റൈസ് ഇതിനകത്താക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിൻ്റെ മുകളിലേക്ക് അടുക്കി വയ്ക്കുക. ഇപ്പോൾ നമ്മൾ ചിക്കൻ അടുക്കി വെച്ച് ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെജിറ്റബിൾസ് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നമ്മളിതുപോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കൂട്ടി കൊടുക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഇനി ഇത് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മളുടെ എല്ലാം ഫിക്സ് ചെയ്ത് വെച്ച ശേഷം അപ്പച്ചമ്പ അടച്ചു മൂടി വെച്ചിട്ട് നമ്മൾ ചെറിയ തീയിലാണ് ഇത് വേവിക്കേണ്ടത്. ചെറിയ തീയിൽ ഒരു 45-50 മിനിറ്റ് ആകുമ്പോൾ നമ്മളുടെ ചിക്കൻ മന്തി റെഡിയാകും. ഇത് നല്ല